ചിത്രശലഭമേ ചിത്രശലഭമേ ഞാനൊരു കാട്ടുപൂവല്ലേ ഘനശ്യാമകാനനം കടിവച്ച പൂവല്ലേ ഘനശ്യാമമായ ഒരു കാനനത്തിനകത്ത് നിന്ന് നിങ്ങൾ എന്തിനെന്നെ ഇത്രമേൽ സ്നേഹിച്ചു, ഞാൻ ആ സ്നേഹം അർഹിക്കുന്നുണ്ടോ എന്നാണ് അവൾ വാച്യമായി ചോദിക്കുന്നതെങ്കിലും അവൾ ആ സ്നേഹത്തിൽ താലോലിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൽ അത്യധികം സന്തുഷ്ടയാണ്. ആ സ്നേഹം അവൾ ആസ്വദിക്കുന്നുണ്ട്. കാട് ഒരു പശ്ചാത്തലമായി അവൾ അതിൻ്റെ മുമ്പിൽ നിന്ന് മറ്റൊരു മയിലായി നൃത്തം ചെയ്യുന്നു. അങ്ങനെ കാടിൻ്റെയും അവിടെ പ്രത്യക്ഷപ്പെടുന്ന കാടിൻ്റെ മകളുടെയും ലാസ്യമായിട്ട് ചേർന്ന് വരുന്ന ഒരു ഗാനമാണ് ആ പാട്ട്. ഒരു എക്സ്പെരിമെൻറ്റ് അതിൽ കൊണ്ടുവരുന്നത് ഒരു ഡാൻസ് സീക്വൻസാണ്. അപ്പോൾ അതിൽ ഗോവിന്ദമാരാർ പണ്ട് 6 കാലത്തിൽ പാടിയിരുന്നു എന്നുള്ളത് പല്ലവി. ഒരുപാട് ഗഹനത അതിൽ ആഴ്ന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ സിനിമയിലേക്ക് നമ്മളത് കൊണ്ടുവരുമ്പോൾ 6 കാലം കൊണ്ടുവരുമ്പോഴത്തേക്കും അതിന് വേണ്ട ഒരു രീതിയിലുള്ള ഒരുപാട് വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഗഹനത കുറച്ചൊന്ന് കുറയ്ക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ദേവരാജൻ മാസ്റ്റർ ഒരു ശിഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം എനിക്ക് നിർദ്ദേശിച്ച ഈ വ്യത്യസ്തമായ ഒരു രീതി, ഒരു അനുഭവം അദ്ദേഹം എനിക്ക് പകർന്നു തന്ന ആ ഒരു അനുഭവം ഞാൻ ഈ പാട്ടിലൂടെ കൊണ്ടുവരികയാണ് എന്ന് പറയാം. അപ്പോൾ ആ 6 കാലത്തിലൂടെയുള്ള ജതികളുടെ ഒരു സഞ്ചാരം ഈ പാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Jayachandran. Now he has done a venture which is something new. He composed he tuned a song. I heard the song, a beautiful poetry, and he did it in Shatkala Tala. I call it Shatkala Tala, and I have heard it. It's something new in the music world, and it doesn't look very difficult. It looks like, very easy. Anybody can follow and sing. I think he's the first person in film field or even in classical field to have done this venture. It is a jewel to the music world. Film music, அதில் வந்து ஃபிலிம் தான் இம்பார்ட்டண்ட், மியூசிக் பிகம் செகண்டரி. அதில் வந்து பார்த்தீங்கன்னா there are only very few innovators and very creative people. ஸோ அதில் வந்து ஸ்ரீ எம் ஜெயச்சந்திரன் வந்து ரொம்ப பெரிய ஸ்தானத்தில் இருக்கார். ரீசெண்ட்லி ஐ கேம் டு ஹியர் that song Chitra Shalabame. He has done a very fantastic thing by including the concept of Pallavi. அதில் ஷட்காலம் பண்ணியிருக்கார். அது ஒரு பெரிய புதுமையாக இருக்குது. அதுவும் ரசிகப்பிரியா ராகத்தில், விச் இஸ் எ வெரி டிஃபிகல்ட் ராகா. 72 மேளக்கர்த்தாவில் வந்து கடைசி மேளக்கர்த்தா. இட் இஸ் எ வெரி டிஃபிகல்ட் திங் டு bring that concept into film music. I am overwhelmed with joy listening to that song. And idhula vandu M Jayachandran sir is not only a music director, he is also a wonderful friend to me, and I am very proud that I have collaborated quite a lot with him, and I wish him all the very best of luck, and this song should become the song of the year. ഞാൻ ഇന്ന് ഒരു അനശ്വര ഗാനം കേട്ടു. ആ ഗാനം സംഗീത സംവിധാനം ചെയ്തത് ഞങ്ങളുടെയൊക്കെ സ്നേഹനിധിയായ കുട്ടനാണ്. കുട്ടൻ എന്ന ഓമന പേരിൽ ഞങ്ങൾ വിളിക്കുന്ന ജയചന്ദ്രൻ. തീർച്ചയായിട്ടും അതിൻ്റെ ആ വരികൾ ONV സാറിന് മാത്രമേ അത് അങ്ങനെ രചിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത്രയധികം ക്ലിഷ്ടമായിട്ടുള്ള ഒരു പല്ലവി സിനിമ സംഗീത ശാഖയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര ക്ഷിപ്രസാധ്യമൊന്നുമല്ല. കർണാടക സംഗീതത്തിൻ്റെ ആ ബുദ്ധിമുട്ടൊന്നും തന്നെ ഈ ഷഡ്കാല പല്ലവിയുടെ മോഡലിലുള്ള ഈ സിനിമാ ഗാനത്തിൽ അനുഭവിക്കേണ്ടി വന്നില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അത് തന്നെയല്ല, ജയചന്ദ്രൻ ഇവിടെ ഒരു വലിയ ഗവേഷണമാണ് ചെയ്തിരിക്കുന്നത്. ഒരു വലിയ ഗവേഷണം. കർണാടക സംഗീതത്തിലെ ഏറ്റവും തലപ്പത്തുള്ള
ഒരു സംഭവം സാധാരണക്കാരനിലേക്ക് ഇറക്കി കൊണ്ടുവന്നിട്ട് അവരെ ആസ്വദിപ്പിക്കുവാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു ഗവേഷണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതുപോലെ ഒരു ഗവേഷണം മറ്റുള്ള ഏതെങ്കിലും സംഗീത സംവിധായകർ നടത്തിയതായിട്ട് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടുമില്ല. ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ കുറേ നാളായിട്ട് സിനിമയിൽ വരുമ്പോൾ എല്ലാവർക്കും മൂടുന്ന, ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും പാടാൻ പറ്റുന്ന പാട്ടുകൾ വേണമെന്നുള്ള ഒരു ധാരണ ഇപ്പോൾ കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ക്രിയേറ്റീവ് ഡെപ്തായിട്ടുള്ള കമ്പോസിങ് അങ്ങ് കുറഞ്ഞു വരും. ഇപ്പോൾ ഒരു സിനിമയിൽ 1-2 പാട്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നില്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ കമ്പോസിങ് സ്കില്ല് അത് അടുത്ത തലമുറയ്ക്കും ഇത് വളരെ ഡെപ്തായിട്ട് പാട്ട് ചെയ്യണമെന്നുള്ള ഒരു ഫീലിങ് നഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പാട്ടുകൾ വരണമെന്നുള്ള അഭിപ്രായം. വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പാക്കിങ്ങും അതിൽ രസികപ്രിയ ബേസ് ചെയ്താണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാട്ട് തീരുമ്പോൾ തന്നെ ഒരു ഷഡ്കാല പല്ലവി ഉണ്ട്. വളരെ ഹെവി ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണെങ്കിൽ പോലും എന്താണ് പല്ലവി എന്നുള്ളത് സാധാരണക്കാർക്കും കൂടെ മനസ്സിലാവും. ഈ പാട്ടിന് എനിക്ക് തോന്നുന്നു കുറച്ചൊരു പ്രത്യേകതയുള്ളൊരു പാട്ടാണ്. കാരണം ഈ പാട്ടിലൂടെ ഷഡ്കാല പല്ലവി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇതുവരെ ഒരു 6 കാലം 6 സ്പീഡിൽ വരുന്നൊരു പല്ലവി വന്നിട്ടുള്ളത് എനിക്കറിയില്ല. ഇതൊരു ജതിയുടെ രൂപത്തിലാണ് ഈ പല്ലവി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മധുവാണ് ആ പോർഷൻ പാടിയിട്ടുള്ളത്. വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട് മധു, എക്സലൻ്റ് ആയിട്ട് പാടിയിട്ടുണ്ട്. മൊത്തത്തിൽ ഈ പാട്ടുകൾ എനിക്ക് തോന്നുന്നൊരു പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന, സംഗീതം ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്കൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഈ ഒരു കാലയളവിൽ ഇങ്ങനത്തെ ഒരു പാട്ട് മലയാള സിനിമയ്ക്ക് അത്യാവശ്യമാണ്. I wish him all the best of luck and bright future, and I convey my appreciation and blessings to him.